അങ്ങനെ ഓണത്തിന്റെ വരവറിയിച്ച ഇന്ന് അത്തമാണ്. നമ്മൾ ആദ്യം തൃശ്ശൂരിലേക്ക് പോവുകയാണ്. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് സാരംഗ് PS വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, എങ്ങനെയാണ് ഇന്നത്തെ അത്ത ദിവസത്തെ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ? ആര്യ, അത്തം ദിനത്തെ ഇന്ന് വലിയ ആഘോഷമായിട്ടാണ് തൃശ്ശൂർ ജനത ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ കാണാം, വലിയ ജനക്കൂട്ടമാണ് ഈ വടക്കുന്നാഥന്റെ മുൻഭാഗത്ത് കൂടിയിരിക്കുന്നത്. എല്ലാ കാലത്തെയും പോലെ തന്നെ ഇത്തവണയും മെഗാ പൂക്കളം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സായാഹ്ന സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ വലിയ ഒരു മെഗാ പൂക്കളം ഇട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ അവരിവിടെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡെമോ വരച്ച് തീർത്ത് രാവിലെ മുതൽ അവരതിൻ്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ പൂക്കൾ ഇട്ട് തുടങ്ങി എന്നുള്ളതാണ്. ഏതാണ്ട് 20 കിലോ പൂക്കൾ ഉപയോഗിച്ചാണ് ഇത്രയും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു പൂക്കളം അവർ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ പൂക്കളത്തിൻ്റെ അവസാനഘട്ട മിനുക്കു പണിയിലേക്കാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവിടെ കുറച്ച് യുവാക്കൾ നിന്നുകൊണ്ട് ഈ പൂക്കളത്തിൻ്റെ അവസാന ഘട്ടത്തെ മിനുക്കുപണികൾ നിർവഹിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ഇത്തവണയും വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂക്കളം തന്നെയാണ് ഇത്തവണയും നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 150ഓളം പേരടങ്ങുന്ന സംഘം ഇന്നലെ രാത്രി മുതൽ ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി അവർ പൂക്കൾ ഇട്ട് തുടങ്ങി. എന്തായാലും വലിയ ആഘോഷത്തോടെ ഈ അത്തത്തെ മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുക്കുമ്പോഴും തൃശ്ശൂർ ജില്ലയിലും വൈവിധ്യങ്ങളാർന്ന രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ഇന്നു മുതൽ ഇനി 10 ദിവസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷ രാവുകളാണ്. അതിന് ഒട്ടും കുറവ് വരുത്താതെ തന്നെയാണ് തൃശ്ശൂരിലെ ആളുകളും ഇത്തരത്തിൽ ഈ ആഘോഷത്തേക്ക്, അതായത് ഈ അത്തം ആഘോഷത്തെ ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം ഈ മെഗാ പൂക്കളം കാണാനായിട്ട് നിരവധി ആളുകളാണ് ഈ വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അല്പം സമയത്തിനകം തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടനമൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ചടങ്ങുകളൊക്കെ തന്നെ വൈകാതെ നടക്കും. ആര്യ, തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഓണം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം കൂടിയാണ്. ഇന്ന് പതിവിൽ കവിഞ്ഞ ഒരു ജനക്കൂട്ടം വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിൽ കാണാം. അത് ആ പൂക്കളത്തെ കാണാനുള്ള ഒരു തിരക്ക് തന്നെയാണ്, അല്ലേ സാനക്ക്? തീർച്ചയായും ആര്യ, ഈ പറഞ്ഞതുപോലെ തന്നെ അത് പൂക്കളം കാണാൻ തന്നെയാണ് നിരവധി ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന്, തൃശ്ശൂരിൻ്റെ ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ജില്ലകളിൽ നിന്നടക്കം നിരവധി ആളുകളാണ് രാവിലെ തന്നെ എത്തിയിട്ടുള്ളത്. അത് ഈ തൃശ്ശൂരിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. എല്ലാ അത്തം നാളിലും ഇത്തരത്തിലൊരു വലിയ മെഗാ ഈ പൂക്കളം സംഘടിപ്പിക്കുന്നു അല്ലെങ്കിൽ പൂക്കളം തയ്യാറാക്കുന്നു എന്നുള്ളത്. അത് ഒരുപാട് പേര് ഒന്നിച്ചിരുന്നു കൊണ്ട് അവരുടെ സൗഹൃദം പങ്കിട്ടുകൊണ്ട് അവരുടെ അധ്വാനം പങ്കിട്ടുകൊണ്ടാണ് അത്തരത്തിൽ മനോഹരമായിട്ട് ആ പൂക്കളം തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളതാണ്. അത് കാണാൻ തൃശ്ശൂർ ജില്ലയിലെ തന്നെ നിരവധി ആളുകൾ അത് എത്തിച്ചേരുമെന്നുള്ളതാണ്. അത് വൈകിട്ട് വരെ ഈ വടക്കുന്നാഥന്റെ മുന്നിൽ ഈ തിരക്ക് അനുഭവപ്പെടും. ഈ തിരക്കിന് ഏത് സമയത്തും ഒരു കുറവും ഉണ്ടാവില്ല. രാവിലെ മുതൽ തന്നെ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ ചെറിയ വെയിലുണ്ടെങ്കിൽ പോലും ആളുകൾ ഈ മെഗാ പൂക്കളം കാണാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചകളാണ്. അതോടൊപ്പം തന്നെ ഈ പൂക്കളത്തിന് ചുറ്റും നിന്നുകൊണ്ടാണ് അവർ ഈ പൂക്കളം ആസ്വദിച്ച് പിന്നീട് മടങ്ങുന്നത്. ആര്യ, ഈ പൂക്കളത്തിന് പിന്നിലുള്ള സംഘാടകരെ കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ ഏറെ മണിക്കൂറുകൾ നീണ്ട ശ്രമഫലമായിട്ടായിരിക്കും ഇത്തരത്തിൽ മനോഹരമായ ഒരു പൂക്കളം പിറവികൊണ്ടത്. അതിനെ കൂടി അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ആര്യ, സായാഹ്ന സൗഹൃദ കൂട്ടായ്മ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പൂക്കളം തയ്യാറാക്കിയിരിക്കുന്നത്. അത് പ്രധാനമായും അവർ ഈ തേക്കിൻകാട് മൈതാനത്തും അതോടൊപ്പം തന്നെ വടക്കുന്നാഥന്റെ മുന്നിലും സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന ഒരാളുകളാണ്. അങ്ങനെ ആ വന്നിരുന്ന് അതിൽ നിന്ന് രൂപം കൊണ്ട അവരുടെ കൂട്ടായ്മയാണ് ഈ സായാഹ്ന സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇത്തവണ അവരാണ് വടക്കുന്നാഥന്റെ മുന്നിൽ ഇത്തരത്തിലൊരു പൂക്കളം നിർമ്മിച്ചത്. അവരുടെ 18ാമത്തെ തവണയാണ് അവർ ഇത്തരത്തിൽ ഒരു മെഗാ പൂക്കളം നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. 20 കിലോയോളം പൂ ഉപയോഗിച്ചുകൊണ്ട് 150ഓളം ഈ കൂട്ടായ്മയിലെ അംഗങ്ങൾ വലിയ രീതിയിൽ അധ്വാനം പങ്കുവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു മനോഹരമായിട്ടുള്ള ഒരു പൂക്കളം തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആര്യ, ശരി, സാരംഗാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.